അതിലെന്താ സംശയമുള്ളത്? അപ്പോ ഇത് പുള്ളിക്കാരത്തി ഈ AMMA ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നല്ലോ. അപ്പോ അതിന്റെ ഹിക്കപ്സ് ആണ് നമ്മളെല്ലാവരും കാണുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ എന്തിനാ ആരോ അറിയാതെ പേര് കൂടെ അറിയാതെ ഒരാൾ പോയി കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നേ? അപ്പൊ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ വന്ന ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോ അത് കാരണം കൊണ്ടാണ് ഇതെല്ലാം ഒരു എന്താ പറയാ ഒരു കോൺസ്പിറസിയാണ്. ആ ഇലക്ഷനിൽ നിൽക്കരുത്, ലേഡീസ് ആരും നിൽക്കരുത് ഇങ്ങനത്തെ ഒരു പ്രോമിനന്റ് പൊസിഷനിൽ. അതൊക്കെ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. രഞ്ജിനി, ഈ പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറയുന്നത് കേട്ട് ഞാൻ മാർച്ച് മാസത്തിൽ പോലീസിൽ പരാതി കൊടുത്തതാണ്, അമ്മ ഇലക്ഷനൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടാവുന്നതെന്നാണ്. അപ്പോ അവര് മാർച്ചില് മീൻസ് അത് എന്താ പെട്ടെന്ന് ഇപ്പോ ഇത് വന്നത്? അപ്പൊ അത് അന്വേഷിക്കണം നമ്മള്. മാർച്ചില് ശരിക്കും അവർ കൊടുത്തോ ഇല്ലയോ എന്ന്. പിന്നെ ഇത് 11th hourല് ഇങ്ങനെ വരുമ്പോ സംശയമല്ലേ? ഇത് പുറയില് അയാള് ശരിക്കും പാവമാണ് എനിക്ക് തോന്നുന്നു. അയാളൊരു പുറയില് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം പാക്ക് ഓഫ് കാർഡ് പോലെ അതും പുറത്തു വരും. രഞ്ജിനി എന്താണ് സംശയിക്കുന്നത്? അതൊരു സ്ത്രീ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനെ എതിർക്കുന്നത് ആരാകും? എനിക്കറിയില്ല. പക്ഷേ ചില ആണുങ്ങൾക്ക് അത് ഇഷ്ടമില്ല. ലേഡീസ് ഒരു നല്ല പൊസിഷനിൽ ഒരു വലിയ പൊസിഷനിൽ വരുന്നത് കുറെ ആണുങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പോ അങ്ങനെ വരുമ്പോ ഇതെല്ലാം നമ്മള് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ആ ജഡ്ജിന്റെ ഫൈൻഡിങ്സ് അല്ലേ ഇപ്പൊ ഒന്നൊന്നാ തെളിയിച്ചു വരുന്നത്. അപ്പോ ഈ പരാതി കൊടുത്ത ആളുണ്ടല്ലോ, ഈ ആള് എന്തിനാ ശ്വേത ടാർഗറ്റ് ചെയ്യുന്ന? സണ്ണി ലിയോൺ ഇല്ലേ? സണ്ണി ലിയോൺ എത്ര ഇനോഗ്രേഷൻ വന്നു പോയി കേരളത്തില്. അപ്പൊ അതില് പരാതി ഇല്ലേ ഇയാൾക്ക്? ഇയാൾ എന്തിനാ ഇപ്പൊ ശ്വേതാല് പരാതി കൊടുക്കുന്നത്? അതും ഇത്ര വർഷത്തിന് ശേഷം. അപ്പൊ ഇതെല്ലാം ഡൗട്ട് അല്ലേ? ഇപ്പൊ ഇത് പുറയിൽ ആൾക്കാരുണ്ടല്ലോ. ഇതെല്ലാം ഒരു സംശയമല്ല. ഇതാണ് വരിക്കോൾ അതിന്റെ കോൺസ്പിറസിയുടെ തിയറി. രഞ്ജിനി എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ കോൺസ്പിറസി ആദ്യം അന്വേഷിക്കണം എന്നാണോ? ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഇയാൾ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ പുറയിലെ ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തെളിവ് കിട്ടും. രഞ്ജിനി, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ശ്വേതാ മേനോൻ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ഇതുവരെ അമ്മയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ പുരുഷ മേധാവിത്വപരമായ ഈ ആരോപണങ്ങൾ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ശ്വേതയുടെ ഇതുവരെയുള്ള നിലപാടുകൾ ഈ WCC പോലുള്ള സംഘടനകളുടെ നിലപാടുകൾ ഒരുമിച്ചാണോ ഉണ്ടായിരുന്നത്? അത് അവര് ജയിക്കട്ടെ. ആദ്യം ജയിച്ചാൽ എനിക്ക് വളരെ സന്തോഷം. ശ്വേത വരണം എന്നാണ്. ഞാൻ ലാസ്റ്റ് ഇയർ തൊട്ട് ഞാൻ അതിന് വേണ്ടിയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ആരെങ്കിലും ഇവിടെ ലേഡി വരണം. കാരണം വന്നാലേ ഒരു റിഡ്രസൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമല്ലോ. ഫോർ എ ചേഞ്ച്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ നോക്കൂ, നമ്മളുടെ പ്രസിഡന്റ് തന്നെ ഒരു ലേഡി അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോ എന്ത് കാരണം കൊണ്ട് ഒരു ലേഡി ഇങ്ങനത്തെ അസോസിയേഷനിൽ വരാൻ പാടില്ല? കുറെ ചേഞ്ച് അല്ലേ? നമുക്ക് കൊടുത്തു നോക്കാം. നമുക്ക് നോക്കാം എങ്ങനെ അവർ ചെയ്യുന്നതിന്. വരാതെ ഇരിക്കുമ്പോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും അവർ ശരിയില്ല, അവർ ശരിയായിട്ട് ചെയ്യൂല ജോലി കൊടുത്താൽ ഏൽപ്പിച്ചാലേ നമുക്ക് അതിന്റെ റിസൾട്ട് എന്താണ് അറിയാൻ പറ്റുള്ളൂ അല്ലേ?